ഹലോ ഗൈസ്, പത്രമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദർശ് അനിയെ മാക്സിമം ഉപദേശിക്കുന്നുണ്ട്. എടാ, അവളുടെ അച്ഛൻ പറഞ്ഞതൊക്കെ ശരിയല്ലേ? നീ ഒരു ഭർത്താവിന് ചെയ്യേണ്ട ഒരു കടമകളും അവളോട് ചെയ്തിട്ടില്ല. അപ്പോൾ അവളെ സ്നേഹിക്കുന്നില്ല, അതുകൊണ്ടൊക്കെ അല്ലേ അവളിങ്ങനെയൊക്കെ പോകുന്നതെന്നൊക്കെയാണ് അവർ പറഞ്ഞെന്ന് പറയും. അതൊക്കെ ശരിയല്ല ആണല്ലോ, നീ അവളെ ഒന്ന് സ്നേഹിച്ചുകൂടെ എന്നൊക്കെ ചോദിക്കും. എന്തൊക്കെ പറഞ്ഞാലും ഏട്ടൻ പറഞ്ഞ പോലല്ല കാര്യങ്ങളൊക്കെ. ഞങ്ങൾ ആ റൂമിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര വഴക്കാണ്. നിങ്ങളും അത് ആദ്യമൊക്കെ അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. പക്ഷേ എന്തൊക്കെ വഴക്കുണ്ടായെന്ന് പറഞ്ഞാലും ഏട്ടനെ മറന്ന് ഏട്ടത്തി ഒരിടത്തും വഴിവഴിച്ച് പോയിട്ടില്ല. ഞാൻ ഇന്ന് ഏട്ടനെ കാണിച്ച പോലത്തെ ഒരു ഫോട്ടോയോ വീഡിയോയോ ഏട്ടത്തിയുടെ ഏട്ടന് കാണിക്കാൻ പറ്റുമോ? ഇല്ല. അതാണ് അവർ തമ്മിലുള്ള വ്യത്യാസം. എന്നിട്ട് ഏട്ടത്തിയെ ആയിട്ട് പിണങ്ങിയിരിക്കുകയല്ലെന്ന് ചോദിക്കും. അതിൻ്റെയൊക്കെ കാരണം നിനക്കറിയാമല്ലോ. അവൾ എന്നെ ചീറ്റ് ചെയ്തു, അതുള്ളത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. അതാണിപ്പോൾ ഞങ്ങളുടെ ഇടയിലുള്ള പ്രശ്നമെന്ന് പറയും. എന്തായാലും ആദ്യം ഏട്ടൻ അതൊക്കെ ഒന്ന് സോൾവ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് ഇത് നോക്കാമെന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് അങ്ങ് എഴുന്നേറ്റ് പോവുകയാണ് ഇനി. റൂമിൽ വന്നിരുന്നിട്ട് അനി നന്ദുവിനെ വിളിക്കുന്നുണ്ട്. പക്ഷേ നന്ദു ഫോൺ എടുത്ത് നോക്കിയിട്ട് അനിയെന്ന് എഴുതിയ കോൾ കാണുമ്പോഴേ അങ്ങോട്ടങ്ങ് മാറ്റി വെക്കും, എടുക്കത്തേ ഇല്ല. 2 പ്രാവശ്യം വിളിക്കുന്നുണ്ട് അനി, പക്ഷേ നന്ദു എടുക്കുന്നില്ല. എന്നിപ്പോൾ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് അനി. അന്നേരം ഓർക്കുന്നുണ്ട്, അവൾ എന്താ എൻ്റെ ഫോൺ കണ്ടിട്ടും എടുക്കാത്ത എന്നൊക്കെ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുക. അന്നേരത്തേനാണ് അനാമിക അങ്ങോട്ട് കയറി വരുന്നത്. വിളിച്ചോളാം, നീ ഇപ്പോൾ അവളെയല്ലേ വിളിക്കുന്നത്? പോലീസ് ക്യാമ്പിലോട്ട് പോയി അവളെ വിളിക്കുകയല്ലേ നീ എന്നൊക്കെ ചോദിച്ച് അനിയെ ചൊറിയാൻ ചെല്ലുകയാണ്. അന്നേരം അനിക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. നിനക്കിപ്പോൾ എന്താ വേണ്ട? ഞാൻ ആരെ വിളിച്ചാൽ നീ എന്തിനായി തിരക്കുന്നതൊക്കെ ചോദിക്കും. എടാ, നീ അവളെ വിളിച്ചെന്ന് പറഞ്ഞാലും അവൾ എടുക്കത്തില്ല. ഇപ്പം വിളിച്ചിട്ട് എടുത്തില്ലല്ലോ. അവൾ നിന്നെ കളഞ്ഞേരിച്ച് പോയതാ. അവൾ ഇനിയും വരുന്നത് SI ആയിട്ടാണ്. നിന്നെപ്പോലുള്ള ഒരുത്തനെയൊന്നും അവൾക്ക് വേണ്ട. അതുകൊണ്ട് തന്നെ അവളിപ്പോൾ മൈൻഡാത്തെന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ കേൾക്കുമ്പോഴത്തേന് സങ്കടം വരുന്നുണ്ട് അനിക്കെങ്കിലും ദേഷ്യവുമാണ്. എന്നിട്ട് പറയും, നീ ഇനിയും പുറകെ നടന്നിട്ടൊന്നും ഒരു കാര്യവുമില്ല. അവൾ ഇനി നിന്നെ മൈൻഡാനൊന്നും പോകുന്നില്ലടാ. നീ എൻ്റെ കുറ്റം കണ്ട് പിടിക്കാതെ നീ നിൻ്റെ കാര്യം നോക്കി നടക്കാൻ നോക്ക് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് തന്നെ അനാമിക അങ്ങ് പുറത്തേക്ക് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നയന റൂമിലിരുന്ന് ഇങ്ങനെ ആദർശിൻ്റെ ഡ്രസ്സൊക്കെ അടുക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ആദർശ് അങ്ങോട്ട് കയറി വരുന്നത്. നീ വന്നായിരുന്നു നിൽക്കും. പിന്നെ ഞാൻ ഇങ്ങോട്ട് വരാതെ ഞാൻ പിന്നെ എങ്ങോട്ട് പോകാനെന്ന് പറയുന്നുണ്ട് നയന. നീ എങ്ങോട്ട് പോയെന്ന് പറഞ്ഞാൽ എനിക്കറിയേണ്ട ആവശ്യമില്ല. നീ ഇങ്ങോട്ടാണ് വരുന്നതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഇങ്ങോട്ട് വരത്ത് പോലും ഇല്ലായിരുന്നു. വല്ല ഹോട്ടലിലും റൂം എടുത്ത് അവിടെ എങ്ങാനും താമസിച്ചേനോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നയന ചോദിക്കുന്നുണ്ട്, എന്താണ് കാരണം? അതിന് എന്താ കാര്യം? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണെന്നൊക്കെ ചോദിക്കും. നീ എന്ത് തെറ്റ് ചെയ്തെന്നൊന്നും നിന്നെ ബോധിപ്പിക്കേണ്ട ആവശ്യം എനിക്കില്ലെന്ന് പറയും. എന്നാലും ഞാൻ ഇങ്ങനെ വന്നിട്ട് എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുകയും എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുകയും ചെയ്യുന്നതിലും എന്തെങ്കിലും കാരണം കാണുകയില്ലേ? എനിക്ക് പറയാനുള്ളതെങ്കിലും ഒന്ന് കേട്ടുകൂടെ എന്നൊക്കെ ചോദിക്കും. നീ പറയാൻ പോകുന്ന എന്തായെന്ന് വെച്ചാലും എനിക്ക് കേൾക്കണ്ടെന്ന് പറയും. ഞാൻ ആദർശേട്ടൻ്റെ അടുത്തൊന്നും ഒന്നും മറച്ചു വെക്കാറില്ല. പിന്നെ ആകെ ഒരു കാര്യം മാത്രമേ മറച്ചു വെച്ചിട്ടുള്ളൂ. അതൊന്ന് പറയാൻ പോലും ആദർശേട്ടൻ സമ്മതിക്കുന്നില്ലെന്ന് പറയുന്നുണ്ട്. എനിക്ക് നീ അതൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല. നീ ആയി നിൻ്റെ പാടായി, അല്ലാതെ നീ ഇനി എൻ്റെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറി വരാൻ നോക്കണ്ട എന്ന് പറയുന്നുണ്ട് ആദർശ്. അന്നേരം നയനിക്ക് ആകെ സങ്കടമാകുന്നുണ്ട്. എന്നെ അവോയ്ഡ് ചെയ്യുകയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെയാണ് നിനക്ക് തോന്നുന്നതെങ്കിൽ അങ്ങനെ തന്നെ. ഇനി നമ്മൾ തമ്മിലുള്ള ഒരു സ്നേഹമൊന്നും ഇനി ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് ആദർശം അങ്ങ് എഴുന്നേറ്റ് പോകും. അന്നേരത്തേന് നയന സങ്കടത്തോടെ താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ ജയനും അവിടെ ഇരിപ്പുണ്ട്. അവരന്നേരം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആദർശിൻ്റെ കാര്യം. ഇങ്ങനെ നയനയായിട്ടുള്ള പ്രോബ്ലംസൊക്കെ ആകെ പ്രശ്നമാകുന്നുണ്ട്. എന്ത് ചെയ്യാൻ? ആദർശ് ഒരു വിധത്തിലും ഒന്നും അയയുന്നില്ലല്ലോ. അവൻ്റെ ഭാഗത്ത് ന്യായം ഉള്ളതുകൊണ്ട് അവനുമായിട്ട് ഒന്ന് പറയാനും പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. ആ സമയത്താണ് നയന താഴെ ഇറങ്ങി വന്ന് ഇവരോട് ഇങ്ങനെ പറയുന്നത്, ആദർശേട്ടൻ്റെ സ്വഭാവം എന്താ ഇങ്ങനെ? ഞാൻ എന്തെങ്കിലും പറയാൻ ചെല്ലുമ്പോൾ എന്നോട് പറയാൻ സമ്മതിക്കുന്നില്ല, ഭയങ്കര ദേഷ്യമാണ് എന്നൊക്കെ പറയും. ആ സമയത്ത് ജലജ താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ജലജ അപ്പോൾ ഇവർ തമ്മിൽ സംസാരിക്കുന്ന കേട്ടുകൊണ്ട് അവിടെ നിൽക്കുകയാണ്. അന്നേരം നയന പറയും, ഞാനൊരു തെറ്റും ചെയ്തതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല എന്നൊക്കെ പറയും. അപ്പം ജയൻ പറയും, മോൾ എന്തായാലും ഒന്ന് ഓർത്ത് നോക്ക്. അവൻ അതുപോലെ സഹിക്കാൻ പറ്റാത്ത എന്തോ കാര്യം ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ അവന് മോളുമായിട്ട് ഇങ്ങനെ പിണങ്ങാൻ വഴിയില്ല എന്നൊക്കെ പറയും. അജയനും അതുപോലെ തന്നെയാണ് സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ട്, മോൾ ഓർക്കണം എന്താണ് കാര്യം എന്നൊക്കെ. ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല അച്ഛാ, എൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു തെറ്റ് വന്നതായിട്ട് എനിക്ക് അറിയില്ല എന്നൊക്കെ പറയും. ഞാൻ ഓഫീസിലോട്ട് വരാൻ പോലും ആദർശേട്ടൻ പറയുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും മോളും ആദർശമായിട്ടുള്ള പ്രശ്നങ്ങൾ ഞങ്ങളാരും തലയിടുന്നില്ല. കാരണം നിങ്ങൾ മുതിർന്ന കുട്ടികളല്ലേ. അപ്പം നിങ്ങളുടെ കാര്യങ്ങളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. നിങ്ങളുടെ കുടുംബകാര്യത്തിൽ ഞങ്ങളൊരിക്കലും തലയിടാൻ വരത്തില്ല. നിങ്ങൾ പക്വതയുള്ള കുട്ടികളാണ് എന്നൊക്കെ പറഞ്ഞ് ജയനും അങ്ങ് കൈയൊഴിയാണ്. ഇതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുന്ന ജലജയ്ക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. അന്നേരം ജലജ മനസ്സിൽ ഓർക്കുന്നുണ്ട്, രണ്ടുപേരുടെ അടിച്ചു പിരിയാനുള്ള കാര്യമായല്ലേ എന്ന്. അന്നേരം അജയൻ പറയും, എന്തായാലും മോള് അച്ഛനും അമ്മയോടും പറഞ്ഞില്ലേന്ന് ചോദിക്കും. അതെ, അവരോട് പറഞ്ഞിട്ട് അവരും ഇത് തന്നെയൊക്കെയാണ് പറഞ്ഞത്.
ഒരു വിധത്തിലും അവരും ഇതിലിടപെടില്ലെന്നാണ് പറഞ്ഞെന്ന് പറയും. എന്നാൽ നിങ്ങൾ രണ്ടുപേരും ഒന്ന് ഇടപെടാവോ എന്നൊക്കെ ചോദിക്കുന്ന നയന. അന്നേരത്തേന് ജയൻ പറയുന്നുണ്ട്, മോൾ എന്തായാലും ഇത് ദേവയാനി ചേച്ചിയോടൊന്ന് പറഞ്ഞു നോക്കാൻ, ഏട്ടത്തി നോക്കിയാൽ ചിലപ്പം നടക്കുമായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ഏട്ടത്തിൻ്റെ അടുത്ത് എന്ന് മോൾ അങ്ങനെയൊന്നും പറയില്ലല്ലോ എന്ന് പറയും. ചിലപ്പം ആദർശിനോട് ഏട്ടത്തി വല്ലതും ആണോ ഇതൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്ത് തിരിപ്പിച്ചെന്നൊക്കെ നയനെ കൊളിച്ചവർ ചോദിക്കുന്നുണ്ട്. അപ്പം നയന ഏട്ടൻ പറയും, അമ്മ അങ്ങനെ പറയില്ലെന്ന്. അതെങ്ങനെ മോൾക്ക് ഇത്ര ഉറപ്പ്? അതിന് വഴിയില്ല, ചിലപ്പോൾ ദേവയാനി തന്നെ ആയിരിക്കും എന്നുള്ളതാണ് ജയൻ പറയുന്നത്. മോൾ ദേവയാനിയോടൊന്ന് സംസാരിക്കുക, അന്നേരം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ദേഷ്യത്തോടെയാണ് ദേവയാനി കാര്യം എന്താണെന്ന് പറഞ്ഞു തരുമെന്നൊക്കെയാണ് ജയനും അജയനും പറയുന്നത്. അങ്ങനെ പറയുമ്പോഴത്തേന് സങ്കടപ്പെട്ട് എഴുന്നേറ്റ് അങ്ങ് പോവുകയാണ് നയന. കിട്ടിയ ന്യൂസ് അന്നേരം തന്നെ ജലജ കൊണ്ടുവന്ന് ജാനകിയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ സമയത്താണ് അനാബിയെ അങ്ങോട്ട് വരുന്നത്. അപ്പം മോളെ ഇങ്ങനെ വന്നേ ഒരു കാര്യമുണ്ട്, മോൾക്ക് സന്തോഷമുള്ളൊരു കാര്യമാണെന്നൊക്കെ പറഞ്ഞ് ജലജ പറയുകയാണ്. ഈ ആദർശം നയനയും കൂടെ അടിച്ചു പിരിയുകയാണെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ തമ്മിൽ ഭയങ്കര പൊരുത്തക്കേടൊക്കെ ഉണ്ടെന്നൊക്കെ പറയും. അന്നേരത്തേനുടനെ അനാമിക പറയുന്നുണ്ട്, അവർക്കിടയിൽ എന്തെങ്കിലും പൊരുത്തക്കേടുണ്ടെങ്കിൽ അവർ തന്നെ അത് പെട്ടെന്ന് അങ്ങ് സോൾവ് ചെയ്യുന്നൊക്കെ പറയും. മോളെ അങ്ങനെയൊന്നും അല്ല, ഇത് അങ്ങനെയൊന്നും ആകുന്ന ലക്ഷണമില്ല, ആദർശ് ഭയങ്കര ദേഷ്യത്തിലാന്ന് പറയും. അന്നേരത്തേന് ജാനകി പറയുന്നുണ്ട്, എന്തായാലും അവൻ അങ്ങനെ ചെറിയ കാര്യത്തിനൊന്നും അങ്ങനെ വഴക്കുണ്ടാക്കുക പിണങ്ങിയിരിക്കുന്ന സ്വഭാവമല്ല, അതനുസരിച്ച് എന്തോ കാര്യം അവിടെ വീട്ടുകാരും അവളോട് ചെയ്തിട്ടുണ്ടായിരിക്കും, അതുകൊണ്ടാണെന്നൊക്കെ പറയും. എന്തായാലും താമസിയാതെ തന്നെ ഇവൾ ഇവിടുന്ന് പടിയിറങ്ങി പോകുന്ന ലക്ഷണം തന്നെയാണ് കാണുന്നതെന്നൊക്കെയാണ് ജലജ പറയുന്നത്. അന്നേരത്തേന് അനാമികയ്ക്കും അത് കേൾക്കുമ്പോൾ സന്തോഷമാകുന്നുണ്ട്. ഇനി ശരിക്കും പോവുമോ എന്നൊക്കെ ചോദിക്കും. ഇനി പോവുകയാണെങ്കിൽ അവൾ അവിടെ നിൽക്കട്ടെ, ആ കൂട്ടത്തിൽ തന്നെ പ്രസവത്തിന് പോയ അവിടെ ചേച്ചിയും കൊച്ചുമായിട്ട് അവിടെ നിന്നോളാൻ ഞാൻ പറയും. അങ്ങനെ ആകുമ്പോഴത്തേനും അവർ രണ്ടും അവിടെ നിൽക്കട്ടെ എന്ന് പറയുമ്പോഴത്തേനും അനാമിക പറയും, 3 കൂടി ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചതല്ലേ, അവസാനം 3 കൂടെ അങ്ങ് വീട്ടിൽ നിന്നോട്ടെന്ന്. എങ്ങനെ ആയാലും അച്ഛനും അമ്മയും എങ്ങനെ ഇതിനകത്ത് കയറി ഇടപെടുമോ എന്നൊക്കെ ജാനകി ചോദിക്കുന്നുണ്ട്. അവർ രണ്ടുപേരും പറഞ്ഞത് നിങ്ങൾ തന്നെത്താൻ ഈ കാര്യം അങ്ങ് സോൾവ് ചെയ്തോളാനാണ് പറഞ്ഞത്, ജയേട്ടനും അജയനും അങ്ങനെയാണ് പറഞ്ഞത് എന്നൊക്കെ ജലജ പറയുന്നുണ്ട്. ഇനി ആരും ഇതിനകത്ത് ഇടപെടില്ല, നേരത്തെയൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഇവരൊക്കെയാണല്ലോ ഇത് സോൾവ് ചെയ്യാൻ മുമ്പ് നിൽക്കുന്നത്, ഇനിയിപ്പോൾ ആരും അങ്ങനെ ഇടപെടുന്നില്ലെന്നാണ് പറഞ്ഞത്, അതിനനുസരിച്ച് ചിലപ്പം മിക്കവാറും നയന ഇവിടുന്ന് ഇറങ്ങിപ്പോകുന്ന കാര്യം ഉറപ്പാണെന്നൊക്കെയാണ് പറയുന്നത് ജലജയും. ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം രേവതിയോട് വിളിച്ച് അനാമിക പറഞ്ഞിട്ടുണ്ടായിരുന്നു. രേവതി എന്ന് വേണുവിനോട് പറയുന്നുണ്ട്, അവിടെ ആകെ പ്രശ്നം നടക്കുക അനന്തപുരിയിൽ, മിക്കവാറും ആദർശ് നയനെ പറഞ്ഞ് വീട്ടിൽ വിടുമെന്നൊക്കെ പറയും. അതെന്തായാലും നന്നായി, അത് അങ്ങനെ തന്നെ വേണം, അവൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി തന്നെ ഒരുപാട് സമാധാനമാകും. ആ കൂട്ടത്തിൽ അവിടെ ചേച്ചിയും കൂടെ അങ്ങ് പോയി കഴിയുമ്പോഴേ നമുക്ക് പിന്നെ ഇടയ്ക്കൊക്കെ അങ്ങോട്ട് പോകാമല്ലോ എന്നാണ് രേവതിയും പറയുന്നത്. ഇനിയിപ്പോൾ ആ കിളവിയും കൂടെ എങ്ങാനും അത് സോൾവ് ചെയ്ത് എടുക്കുമെന്ന് ചോദിക്കും. അതിനുള്ള സാധ്യതയൊന്നും ഇല്ലെന്നാണ് മോള് പറഞ്ഞെന്ന് പറയും. മോൾക്ക് എന്തായാലും സന്തോഷമായില്ലോ എന്ന് ചോദിക്കും. പിന്നെ മോൾക്ക് ഭയങ്കര സന്തോഷമാണ്, ഇനി അവിടെ എങ്ങനെയെങ്കിലുമൊക്കെ പിടിച്ച് നിൽക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇനി നമുക്കൂടെ അങ്ങോട്ടൊക്കെ ചെല്ലണം എന്നൊക്കെ പറയും. എന്നാലും ഇടയ്ക്കൊക്കെ ആദർശിനെ ഒന്ന് ചൂട് പിടിപ്പിക്കാൻ മോളോട് പറയണമെന്ന് വേണു പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതൊക്കെ പിന്നെ പ്രത്യേകിച്ച് പറയണോ, ഞാൻ എന്തായാലും അതൊക്കെ പറഞ്ഞു കൊടുത്തോളാമെന്ന് രേവതി പറയുന്നുണ്ട്. സ്വന്തം ഭാര്യയായിട്ട് ഇത്രയും പ്രശ്നമുള്ളവനാണ് നമ്മുടെ മോളുടെ പ്രശ്നങ്ങളുമായിട്ട് നമ്മളെ കാണാൻ വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ അങ്ങനെ എങ്ങാനും വരുവാണെങ്കിൽ പറഞ്ഞേക്കണം, സ്വന്തം കാര്യം ആദ്യം നേരെയാക്കുക, അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ മോളെ വിമർശിച്ചാൽ മതിയെന്നൊക്കെ പറയും. അതൊക്കെ കേൾക്കുമ്പോഴത്തേന് വേണു അങ്ങ് ശരിയാണ്, അതുപോലെ തന്നെ ഇനി വേണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നയന സങ്കടത്തോടു കൂടി കരഞ്ഞുകൊണ്ടൊക്കെ ബാഗൊക്കെ ആയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. അന്നേരം ഗോവിന്ദൻ അവിടെ നിന്ന് എന്തൊക്കെയോ പ്രതിമയുടെ പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് വരുന്നത്. അപ്പോൾ നയന അച്ഛനെ കണ്ടിട്ട് ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറി പോകുമ്പോൾ ഗോവിന്ദന് എഴുന്നേറ്റ് വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ മോളെ, എന്താ മോൾ ഈ സമയത്തൊക്കെ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേന് കനകയും വരും. അന്നേരത്തേന് നയന കരഞ്ഞുകൊണ്ട് പറയും, അച്ഛാ എന്നെ ഇനി അവിടെ ആർക്കും വേണ്ട, ആദർശേട്ടൻ എന്നോട് മിണ്ടുന്നുമില്ല, ഒന്നും പറയുന്നൊന്നുമില്ല, അതുകൊണ്ട് എന്നോട് ഭയങ്കര വെറുപ്പാവുകൊണ്ട് ഞാൻ ഇനിയും പോകുന്നില്ല എന്നൊക്കെ പറയും. എന്താ മോളെന്താ പറഞ്ഞെന്നൊക്കെ ചോദിക്കും. ഞാനൊരു തീരുമാനത്തോടെയാണ് വന്നിരിക്കുന്നത്, ഇനി ഞാൻ അങ്ങോട്ട് തിരിച്ചു പോകുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ല അച്ഛാ എന്നൊക്കെ പറയും. എനിക്ക് ആദർശേട്ടനില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ലായിരുന്നു, പക്ഷേ അവിടെ നിൽക്കാൻ എനിക്ക് ഭയങ്കര വീർപ്പുമുട്ടലാണ്, ഒരുപാട് ഒറ്റപ്പെട്ട പോലെ എനിക്ക് തോന്നി എന്നൊക്കെ പറഞ്ഞ് നയന ഭയങ്കര കരച്ചിലാണ്. അതൊക്കെ കേൾക്കുമ്പോഴത്തേന് ഗോവിന്ദന് ഭയങ്കര സങ്കടമാകുന്നുണ്ട്. അവിടെ ആരോടും മോൾ ഈ കാര്യമൊന്നും പറഞ്ഞില്ലായിരുന്നോ, ദേവയാനിയായിട്ട് ഒന്നിച്ച കാര്യം പറഞ്ഞില്ലായിരുന്നോ എന്നൊക്കെ ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട്. അന്നേരം പറയാം, അതൊന്നും പറയാനുള്ള അവസരം തന്നില്ല അച്ഛാ, ആദർശേട്ടൻ അതൊന്നും കേൾക്കാൻ സമ്മതിക്കുന്നില്ല എന്നൊക്കെ പറയും. അത് കഴിയുമ്പോഴത്തേന് പെട്ടെന്ന് ഗോവിന്ദന് ഹാർട്ട് അറ്റാക്ക് അങ്ങോട്ടും ഉണ്ടാകുന്നുണ്ട്. ഉടനെ ഗോവിന്ദന് നെഞ്ചിൽ അമർത്തി പിടിച്ചുകൊണ്ട് ഉടനെ സെറ്റിയിലേക്ക് കുഴഞ്ഞു വീഴുന്നുണ്ട്. അപ്പം കനകയും നയനയൊക്കെ അച്ഛാന്ന് വിളിച്ച് കരഞ്ഞുകൊണ്ട് അടുത്തിരിക്കുമ്പോഴത്തേന് പെട്ടെന്ന് ഗോവിന്ദൻ ഇങ്ങനെ മരിച്ചു പോകുന്നതായിട്ടുള്ള ഭാഗമാണ് കാണിക്കുന്നത്. ഇത് ചിലപ്പോൾ
ചിലപ്പം നയനയുടെ സ്വപ്നമായിരിക്കാം, അതോ കനകയാണോ ആരോ സ്വപ്നം കാണുന്നതാണെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇങ്ങനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.